അന്നത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മനോജിന് ലൂക്കാച്ചൻ്റെ അവസ്ഥ ഏകദേശമൊക്കെ മനസ്സിലായി. ലൂക്കാച്ചൻ്റെ ഈ വേഷവും പേരും മാറിയുള്ള നടത്തം വേറൊന്നിനും വേണ്ടി ആയിരുന്നില്ല. കപ്പൂച്ചിൻ വൈദിക പഠനത്തിന് ശേഷം ഇവർ ഈ പല നാട്ടിൽ പല പേരിലങ്ങ് ചെന്ന് കയറും. വേറൊന്നിനും വേണ്ടിയല്ല, അവിടെയുള്ള സാധാരണ മനുഷ്യരെ പഠിക്കാനും അവർക്ക് വേണ്ട ചില കുഞ്ഞു സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ. അങ്ങനെ ഇവരിലൂടെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്ത്. നീ ഇവിടെയാണോ? അതിനിപ്പോൾ എന്താടാ, നമ്മളിവിടെയെന്നല്ല എവിടെ വേണമെങ്കിലും ജീവിക്കും. വെള്ളം കുടിക്കി. നിനക്കിപ്പോൾ ഇതിന് ആവശ്യമുണ്ടാ, അതുകൊണ്ട് ചോദിച്ചതാണ്. ആവശ്യങ്ങളൊക്കെ നമുക്ക് മാത്രമല്ലല്ലോടാ, മറ്റുള്ളവർക്കും ഇല്ലേ? നിനക്ക് ഇതേ ഒരു മാറ്റം ഇല്ലല്ലേ? എല്ലാം പഴയതുപോലെ തന്നെ. അല്ലട ലൂക്കാച്ച, ഇതെവിടെ നിന്ന് തന്നെ വെള്ളമാണ്? നല്ല തെളിനീര് പോലെ ഇരിക്കണം. അതാണ് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നുള്ള ഗുണം. ആണോ? സൗകര്യങ്ങൾ കുറയുമ്പോഴേ നിലവാരം കൂടും. എന്നാൽ എല്ലാത്തിനും ഒരു നാച്ചുറാലിറ്റി ഉണ്ടാവുള്ളൂ. കേട്ടോടാ മഞ്ഞൊച്ച. സംഭവമൊക്കെ എല്ലാം കളറായിട്ടുണ്ട്. നിനക്കൊന്നും മനസ്സിലാവാനായിട്ടല്ലെന്ന് എനിക്കറിയാം. എടാ, ഞാനും സെബാട്ടി ആനും കൂടി നിന്റെ മുന്നിൽ വന്നില്ലേ? എടാ, എന്തോരം വട്ടോമാര് നിന്നെ വിളിച്ച്, ഞാനും നിന്നെ വിളിച്ച്. നീ തിരിഞ്ഞു നോക്കിയാ, എന്നിട്ട് ഞങ്ങളൊന്ന് മൈൻഡ് ചെയ്താ ഒരു ലൂക്കാച്ചൻ വന്നേക്കണ്. മനു, നിനക്കറിയാവുന്നല്ല എൻ്റെ കാര്യങ്ങൾ. നീ പിന്നെ ലൂക്കാച്ച, ഞാനത് ഉദ്ദേശിച്ചു പറഞ്ഞതല്ലടാ. എനിക്കറിയാലോ നിന്റെ കാര്യങ്ങളൊക്കെ. നമ്മുടെ സെബാട്ടിയില്ലേ, അവന് കൊച്ചിയിൽ മീൻ കച്ചവടം എന്നൊക്കെ പറയണത്. നന്നായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറയണ്ട്. പിന്നെ ആന്റണി, എടാ, അവൻ സിനിമയെന്നൊക്കെ പറഞ്ഞ് നടക്കണാണ്. ഇതേവരെ അവനോട് അടുത്ത് എത്തിയിട്ടില്ല. നിന്റെ ഈ പുറകെ നടന്ന് അവന്റെ ഭാവി എവിടം വരാവൂന്ന് എനിക്കറിയാൻ വേണ്ടി പാടില്ലട്ടാ. പിന്നെ ഞാനൊരു കാര്യം നിന്നോട് പറയാം. അവർ നിന്റെ പുറകെ നടക്കണേൽ എന്തോ വലിയ ഉദ്ദേശമുണ്ട്. ഞാനത് ഇതുവരെ ചോദിച്ചിട്ടില്ല അവരുടെ അടുത്ത്. പക്ഷേ എന്തോ ഉദ്ദേശം ഉണ്ടോ ലൂക്ക? എടാ മനു, നിനക്കറിയാലോ, ഞാൻ നിങ്ങൾ ഇന്നലെയല്ലേ കാണുന്നത്. പിന്നെ അവന്മാരുടെ പുറകെ കൂടി കാര്യം അതെനിക്ക് അറിയില്ല. പിന്നെ ഞാൻ ഇന്നലെ നിങ്ങളെ കാണുന്ന സമയത്ത് ആ സോളമൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ. അവനാണ് ഈ പള്ളിയിലെ കപ്പ്യാരാ. അവനൊരാളറിഞ്ഞാൽ മതി, ഈ പള്ളി മൊത്തം അറിയും ഞാനൊരു കപ്പൂച്ചനച്ചനാന്ന്. എടാ മനോച്ച, നീ ഇതിലെങ്ങനെ വന്ന് പെട്ടെ?
നീ അന്ന് കൊച്ചിയിലെ കുരിയച്ചൻ്റെ നടയിൽ ഒരു നൊവേന ചെല്ലാൻ വരാൻ പറഞ്ഞില്ലേ? അന്ന് ഞാൻ ഒരു 5-5:30 മണിയായിട്ടുണ്ടാവും ആ ബോട്ട് ജെട്ടിലെത്തിയപ്പോൾ. അന്ന് അവിടെ വെച്ചാ ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നത്. നീയാണെന്ന് വിചാരിച്ച് അവരെന്റെ പുറകെ നടക്കിയിരുന്നടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്. അവരെന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എന്താ ചോദിച്ചെന്നറിയോ? ലൂക്കാച്ചനെവിടെയെന്ന്. ആ ചോദ്യത്തിനാണെങ്കിൽ എനിക്കൊരു മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോ നിന്നെ ഒന്ന് കണ്ടു കിട്ടാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അന്ന് അവരുടെ നിപ്പ് കണ്ടപ്പോ എനിക്ക് അവരുടെ കൂടെ കൂടാൻ തോന്നി. അന്ന് രാത്രി ഞങ്ങളെല്ലാരും കൂടി സെബാട്ടിയുടെ വീട്ടിൽ നിന്നു. പിന്നെ നിനക്ക് സെബാട്ടിയുടെ പെങ്ങളറിയില്ലേ, റിൻസി? അവളെ അമ്മേനെ തനിച്ചാക്കിട്ടാ ആ സെബാട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെ വന്നേക്കണത്. പിറ്റേന്ന് തന്നെ ഞങ്ങളെല്ലാവരും കൂടി കൊച്ചിയിൽ തൃശ്ശൂർക്ക് വണ്ടി കയറി. നമ്മുടെ പഴയ സെമിനാരില്ലേ, അങ്ങോട്ടേക്ക്. എടാ, നമ്മുടെ സെമിനാരി ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ലടാ. ഭയങ്കര മാറ്റം വന്നവിടെ. ഞങ്ങള് നേരെ ചെന്ന് ആദ്യം കണ്ടത് നമ്മുടെ ലൂയിസ് അച്ഛനില്ലേ, നമ്മുടെ റെക്ടർ അച്ഛനെടാ. അച്ഛനിപ്പോഴും നമ്മളെയൊക്കെ നല്ല ഓർമ്മയുണ്ടാ. പഴയതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ലടാ. പിന്നെ നമ്മുടെ ആന്റണീനെ സെബാട്ടിനെയും നമ്മുടെ ലൂയിസ് അച്ഛന് ഭയങ്കര ഇഷ്ടായി. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് തന്നെ ഇറങ്ങാന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങള്. പക്ഷേ നമ്മുടെ ലൂയിസ് അച്ഛൻ സമ്മതിച്ചില്ലടാ. അന്നൊരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ തന്നെ നിന്നു. പിന്നെ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ നിന്നെയും തിരക്കി ഇവിടം വരെ വന്നത്. നിങ്ങള് ഇടുക്കി വാഗമൺ വരെ ഒന്ന് പോകണം. അവിടെ ഗെറ്റ്സമൻ ഹിൽ എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അവിടെ പണ്ട് ഫാദർ കെന്നഡി ജോൺ വിക്ടർ എന്നൊരു ലാറ്റിൻ പുരോഹിതനുണ്ടായിരുന്നു. അവിടേക്കാണ് ലൂക്കാച്ചൻ അവസാനമായി പോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അയാള് ഇവിടത്തുകാരനല്ല, ഏതോ ഒരു എക്സോസിസം കേസുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് വന്നതാ. പിന്നെ അയാൾ ഈ നാട് വിട്ടു പോയിട്ടില്ല. നിങ്ങൾ ആ വഴിക്കൊന്ന് അന്വേഷിച്ചു നോക്ക്. ഞാനൊരു ലെറ്റർ തന്നുവിടാം. പിന്നെ ഒരു പ്രശ്നമുള്ളത്, അയാൾക്ക് ഇംഗ്ലീഷ് മാത്രമേ കൈകാര്യം ചെയ്യാൻ അറിയൂ എന്നുള്ളതാ. ഇംഗ്ലീഷാ? നിങ്ങളിൽ ആർക്കാ ഇംഗ്ലീഷ് വശമുള്ളത്? എന്നെ നോക്കണ്ട, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. എനിക്ക് മീമിക്കന്നെ അറിയുള്ളൂ. അല്ല, ആർക്കാണ് ഇംഗ്ലീഷ് വേണ്ടത്? അയ്യോ അച്ഛനാ, അച്ഛാ ഇംഗ്ലീഷ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളൊരു കാര്യം ചെയ്യും, മനുവിനെ കൂടെ കൂട്ടിക്കോ. നിങ്ങൾക്കൊരു സഹായമാവുകയും ചെയ്യും. ഇന്ന് ഏതായാലും നിങ്ങൾ പോകണ്ട, ഇത്രയും വൈകിയില്ലേ. നാളെ വെളുപ്പിന് 5 മണിക്ക് ഒരു KSRTC ബസ് ഉണ്ട് അങ്ങോട്ട്, അതില് പോവാ. അതിലാവുമ്പോ സീറ്റും കിട്ടും, സുഖമായിട്ട് ഇരുന്ന് അങ്ങോട്ട് പോവാം. എന്നാ ശരി. ലൂക്കാച്ചാ, നീ ഇതൊരു ചെറിയൊരു കാര്യമായിട്ട് കാണരുതിട്ടാ. നീ നേരത്തെ പറഞ്ഞില്ലേ, ആവശ്യങ്ങൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ടാകുമെന്നും. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ.
അത് ഞാൻ വിടില്ലടാ, അത് നമുക്ക് ശരിയാക്കാം. എടാ ഞാനേ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത വീട്ടിലൊരു ക്ലെയർ എന്ന പെൺകുട്ടിയുണ്ട്. അവൾക്കൊരു അനിയത്തിയുണ്ട്. ഞങ്ങൾക്ക് കുഞ്ഞിന്ന് വിളിക്കും. ആളൊരു കുസൃതിയാ. അവൾക്കങ്ങനെ പറയാൻ മാത്രം ആരുമില്ലടാ. അപ്പനമ്മക്ക് പണ്ടേ മരിച്ചുപോയി. ഇപ്പോഴാണെങ്കിൽ അവളുടെ അനിയത്തിക്ക് ഒരു രോഗം വന്നിട്ടുണ്ട്. ഭയങ്കര പ്രശ്നമാണെന്നാ പറയണേ. കുറച്ച് കാശലവുള്ള പരിപാടിയാ. ഞാൻ നോക്കിയിട്ട് ഒരൊറ്റൊരു പരിപാടിയേ ഉള്ളൂ. ഇവിടെ കുറച്ച് നീങ്ങിയിട്ട് ഒരു ബ്രെഡ് ഫാക്ടറി ഉണ്ട്. അത് ഏറ്റെടുത്ത് നടത്തിയാലോ എന്ന് ആലോചിക്കണേ. കുറച്ച് നാളായിട്ട് പൂട്ടിക്കിടക്കാണ്. നമ്മളൊക്കെ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ശരിയാക്കാവുന്നൊരു കാര്യമുള്ളൂ. അതാവുമ്പോൾ അവൾക്കൊരു സമാധാനമാവും. കുറച്ച് പൈസ കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് ചെയ്യണ്ട. നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അതെന്ത് ചോദ്യം ലൂക്കാച്ച? നിന്റെ കൂടെ ഞാൻ മാത്രമല്ല, നമ്മുടെ പിള്ളേരും ഉണ്ടാവും. നീ ധൈര്യമായിട്ട് ഇറങ്ങടാ. എടാ ഞാനിപ്പോ തന്നെ പറയണോ ഞാൻ തന്നെ അവർ ലൂക്കാച്ചെന്ന്? വേണ്ടടാ, നീ അത് പറയണ്ട. നീ അത് പറഞ്ഞില്ലെങ്കിലും അവര് വരും. പാവം പിള്ളേരാടാ അവര്. ഡാ നേരെ ഒരുപാടായല്ല. അത് ശരിയാണ്. നീ ഇങ്ങനെ തിരിച്ചു പോണേ. ഒരു കാര്യം ചെയ്യ്, നമുക്കിന്ന് ഇവിടെ കൂടാം. അത് വേണ്ടടാ, എനിക്കിന്ന് ഇവിടെ നിന്റെ കൂടെ കൂടണമെന്നുണ്ട്. പക്ഷെ അത് വേണ്ടടാ, അവന്മാരോട് ഒറ്റക്കാണ്. ആന്റണി ആണെങ്കിൽ പനിച്ചും കിടക്കണേ. ഇനി അവൻ എന്നെ കണ്ടില്ലെങ്കിൽ അതിനും വിഷമോ. ഞാനൊന്ന് ഇറങ്ങട്ടാ. എന്തിനാ പോട്ടടാ, നാളെ കാണാം. നാളെ കാണാം. ശരിയടാ. മാമലകൾ മഞ്ഞണിയും മാരിവിൽ താഴ്വരയോ കാതങ്ങളായി ഞാനലയും നീ മലർവാ